കപ്പലിന് നേരെ ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് അറബിക്കടലിൽ നാവികസേന വലിയ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചുകൊണ്ട് നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് കപ്പലുകൾ വിന്യസിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സംഭവത്തിൽ നാവികസേന അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ആ പ്രദേശത്തെ അറബിക്കടലിലെ ഒരു സ്ഥിതിഗതികൾ എന്താണ്? 3ഓളം യുദ്ധക്കപ്പലുകൾ അവിടെ വിന്യസിച്ചു, നിരീക്ഷണം ശക്തമാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ആക്രമണം ഉണ്ടായത് എവിടെ നിന്നാണ്? അത്തരത്തിൽ ചില സ്ഥിരീകരണങ്ങളൊക്കെ വരുന്നുണ്ട്, ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തെങ്കിലും സ്ഥിരീകരണം പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ ജിഷ്ണു? ഉമേഷ്, ചരക്ക് കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഭാരതത്തിന്റെ ഭാഗത്തുനിന്നും മുൻപോട്ട് പോകുന്നുണ്ട്. അത് സംബന്ധിച്ച് ആരാണ് ആക്രമണം നടത്തിയത് എന്നൊരു വ്യക്തമായ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നിട്ടില്ല എങ്കിൽ പോലും വളരെ കൃത്യമായ മുൻകരുതൽ പ്രതിരോധ നടപടികൾ ഇപ്പോൾ ഭാരതം ഈ അറബിക്കടൽ മേഖലയിൽ സ്വീകരിക്കുകയാണ്. അറബിക്കടലിൽ ഭാരതത്തിന്റെ നാവികസേനയുടെ ഭാഗത്തു നിന്നുള്ള യുദ്ധക്കപ്പലുകൾ ഇതിനോടകം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ചെംപ്ലൂട്ടോ കപ്പലിൽ ഡ്രോൺ ആക്രമണം നടന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അറബിക്കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുള്ളത്. അത് മിസൈൽ വേദ കപ്പലുകളായ INS മോർമുഖാവോ, INS കൊച്ചിയൊപ്പം INS കൊൽക്കത്ത എന്നിവയാണ് വിവിധ മേഖലകളിലായി ഇപ്പോൾ നാവികസേന വിന്യസിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അക്രമത്തിനിരയായിട്ടുള്ള ചെംപ്ലൂട്ടോ കഴിഞ്ഞ ദിവസം മുംബൈ തീരത്ത് നങ്കൂരമിട്ടിരുന്നു. ഈ കപ്പലിൽ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം എക്സ്പ്ലോസീവ് ഓർഡിനൻസ് ഡിസ്പോസൽ ടീം അത് പരിശോധിച്ച് പ്രാഥമികമായ വിലയിരുത്തലും നടത്തിയിട്ടുണ്ട്. അറബിക്കടലിൽ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വൻ പ്രതിരോധ സന്നാഹം ഇപ്പോൾ അറബിക്കടൽ മേഖലയിൽ ഭാരതം സ്വീകരിച്ചിട്ടുള്ളത്. നാവികസേനയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ നിരീക്ഷണം നടത്തിക്കൊണ്ട് ആവശ്യമെങ്കിൽ കൂടുതൽ പ്രതിരോധ നിര കപ്പൽ ഈ അറബിക്കടൽ മേഖലയിൽ വിന്യസിക്കാനുള്ള ഒരു തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ചെംപ്ലൂട്ടോയ്ക്ക് മുമ്പേയും മറ്റൊരു കപ്പലിന് നേരെ കൂടി അക്രമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടു കൂടിയാണ് ഈ ഒരു വിഷയത്തെ നിലവിൽ നോക്കിക്കാണുന്നത്. നേരത്തെ ഈ അക്രമം ആരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ നേരത്തെ ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണ് എന്നൊരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലൊരു റിപ്പോർട്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. യമൻ വിമതരായ ഹൂതികൾക്ക് പണവും അക്രമവും നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള അക്രമം നടത്തുന്നു എന്ന ആരോപണമായിരുന്നു നേരത്തെ പെന്റഗന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ചെംപ്ലൂട്ടോയ്ക്ക് നേരെ നടന്നിട്ടുള്ള അക്രമം സംബന്ധിച്ചും അത് ഏത് രീതിയിലാണ് നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആരാണ് അതിന് ആസൂത്രണം ചെയ്തത് എന്നത് സംബന്ധിച്ചുള്ള പരിശോധന ഭാരതത്തിന്റെ ഭാഗത്തുനിന്നും മുൻപോട്ട് പോകുമ്പോഴാണ് ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള വളരെ വ്യക്തമായ പ്രതിരോധ സന്നാഹം അറബിക്കടൽ മേഖലയിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചുകൊണ്ട് ഭാരതത്തിന്റെ നാവികസേന നടത്തിയത്.